ഞാൻ എറണാകുളത്തേക്ക് കോഴിക്കോട് നിന്നും അന്ന് അക്കാലത്ത് വലിയ എഴുത്തുകാരനാണ് കലൂർ ഡെന്നിസ്. അദ്ദേഹം ഇപ്പോഴും വലിയ ആൾ തന്നെയാണ്. അദ്ദേഹത്തെ കാണാനായി കോഴിക്കോട് നിന്നും ട്രെയിൻ കയറി. ആ വീട് കണ്ടുപിടിച്ചിട്ട് ആ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ അകത്തേക്ക് ഇങ്ങനെ നോക്കി. അകത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടാണെന്നുള്ള ഉറപ്പാണ്. അവിടെ അടുത്ത് ചോദിച്ചപ്പോൾ അതാണ്. ആ വീട് കണ്ടത് എൻ്റെ ഗേറ്റിന് മുന്നിൽ നിന്നും എൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് ഒരു വിറയൽ അങ്ങനെ ആരംഭിച്ചു. ഒരു വിറയൽ ആരംഭിച്ചിട്ട് ആ ഗേറ്റ് നിന്ന് തുറക്കാൻ പോലും എൻ്റെ കൈ അനങ്ങിയില്ല. ഇല്ലാത്ത കാരണങ്ങളുടെ പേരിൽ നാം നേടിയെടുത്ത ഒരു ഭയത്തിൻ്റെ പേരാണ് ഫിയർ ഓഫ് ക്രിറ്റിസിസം എന്നത്. ഒരുപാട് ആൾക്കാർ അങ്ങനെ ഇരുന്നുകൊണ്ട് സെൽഫ് ടോക്ക് നടത്തി, ഇത് ശരിയാവുമോ, എന്തായിരിക്കും അവിടെ പോയാൽ സംഭവിക്കുക, അവരെന്നെ സ്വീകരിക്കുമോ. അപ്പം നന്നായി കേൾക്കാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ നന്നായി സംസാരിക്കാൻ പറ്റുള്ളൂ. ലോകത്തുള്ള എല്ലാ പ്രമുഖരായിട്ടുള്ള എത്ര വിശ്രുതരായിട്ടുള്ള പ്രഭാഷകരും നല്ല കേൾവിക്കാരായിരുന്നു. ആശയവിനിമയത്തിൻ്റെ പ്രാധാന്യം ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട് എന്നാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഞാൻ അത് എങ്ങനെയാണ് ജീവിതത്തിൽ സ്വായത്തമാക്കിയത് എന്ന എൻ്റെ ആദ്യകാല ജീവിതവുമായിട്ട് ഉദാഹരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ജന്മന കിട്ടിയ ചില ഇങ്ങനത്തെ ആശയവിനിമയ കഴിവുകൾ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇതൊരു സ്കില്ലാണ്. ആശയവിനിമയം എന്നത് ഒരു സ്കില്ലാണ്. സ്കില്ല് എന്ന് പറയുന്നത് പഠിച്ചെടുക്കാവുന്ന ഒന്നാകുന്നു. നമുക്ക് പൈതൃകമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യത്തിനെയാണ് കഴിവ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് ഇത് സ്കില്ലായതുകൊണ്ട് തന്നെ ഇത് പഠിച്ചെടുക്കേണ്ടെന്ന് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഈ സ്കില്ലിൻ്റെ കുറവ് കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഈ ഉൾഭയങ്ങളാണ് പലപ്പോഴും നമ്മളെ ഈ പല കാര്യങ്ങളിൽ നിന്നും പുറകോട്ട് നടത്തിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഭയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ വീഴുമോ എന്ന ഭയം ഒരു വലിയ ഭയമാണ്. അത് പ്രകൃതി നമ്മളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഭയമാണ് അടിസ്ഥാനപരമായിട്ട്. അതുകൊണ്ടാണല്ലോ കുട്ടികളൊക്കെ നടന്നു പോകുമ്പോൾ അയ്യോ മോനെ വീഴും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വീഴാതിരിക്കാനും ഒരു സേഫ്റ്റി സൈഡിന് വേണ്ടിയിട്ടാണ്, ഒരു റിഫ്ലക്സ് ആക്ഷൻ എന്ന നിലയ്ക്കാണ് നമ്മളത് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് പ്രകൃതിയിൽ അത് ആവശ്യമാണ്, വീഴുമോ എന്നുള്ള ഭയം. പിന്നെ ഉള്ളത് പ്രകൃതി ശക്തികളുടെ മുകളിലുള്ള ഭയമാണ്. കാറ്റ്, ഇടി, മിന്നൽ, അങ്ങനെയുള്ള നിരവധി പ്രകൃതി ശക്തികൾ. അതിന് മുന്നിൽ നെഞ്ചു വിരിച്ചുകൊണ്ട് മിന്നലെ വാ നേരെ ഇടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ പണി തീർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ സേഫായിട്ട് മാറി നിൽക്കും. വീടുകൾ പണിത് അടച്ചുറപ്പുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ മാറും. അത് പ്രകൃതി നമ്മൾ ഒരുക്കിയിരിക്കുന്ന ഒരു കാര്യമാണെങ്കിലും അതിനോട് നമുക്ക് ഭയമുണ്ട്. മറ്റൊന്ന് ദൈവഭയമാണ്. ഈ ഈശ്വരനോടുള്ള ഭയം എന്ന് പറയുന്നത് അതിനെ നെഗറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, പോസിറ്റീവായിട്ട് കാണേണ്ട ഒന്നാണ്. ഈശ്വരനോടുള്ള ഭയം നമ്മളെ എങ്ങനെ ജീവിക്കണം, നല്ല രീതിയിൽ മോറൽ സൈഡ് കീപ്പ് ചെയ്തുകൊണ്ട് നമ്മളെ ജീവിക്കാൻ എല്ലാ മതങ്ങളും ഈശ്വരനോടുള്ള ബഹുമാനവും ഭയവും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പരിധിവരെ അത് വേണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. നല്ലത് തന്നെയാണ് ഈശ്വരനോടുള്ള ഭയം. ഒരാളെ പേടിക്കണം, ഇതൊക്കെ കാണുന്ന ഒരാൾ മുകളിലുണ്ട് എന്ന് പറയുന്നത്, ഈ ഒരു ഭയം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഭയമായിട്ട് അതിനെ കാണണം. ഇനി നമുക്ക് മറ്റ് ചില ഭയങ്ങളുണ്ട്. ആ ഭയങ്ങൾ എന്ന് പറയുന്നത് ഈ പ്രകൃതിയാലുള്ള ഭയങ്ങളൊക്കെ ഒക്കെ എല്ലാത്തിനെയും ഒക്കെ അപ്പുറത്ത് അസാമാന്യമായിട്ടുള്ള ചില ഭയങ്ങളുണ്ട്. അത് ഫിയർ ഓഫ് ടീച്ചിങ്, പേരൻറ്റിങ്, ഇതൊക്കെ വലിയ ഭയങ്ങളാണ്. അച്ഛനും അമ്മയും ഭയപ്പെട്ട് ജീവിച്ച് ഏതെല്ലാം രീതിയിൽ ഇപ്പോഴും ആ ഭയവും ചുമന്നുകൊണ്ട് നടക്കുന്ന ക്യാരക്ടറിൽ ഒരുപാട് പ്രോബ്ലം ചുമക്കുന്ന എത്രയോ മനുഷ്യരെ നമ്മൾ നിരന്തരം കാണാം. എന്നെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും അത്തരം അനുഭവങ്ങളിലൂടെ ഇപ്പോഴും കടന്നു പോകുന്നുണ്ടാവും. പഴയ അനുഭവങ്ങളിലൂടെയൊക്കെ അവരൊക്കെ അന്ന് എന്നെ കൺട്രോൾ ചെയ്തിട്ട് അവരൊക്കെ നിയന്ത്രണത്തിലായിരുന്ന, യാതൊരുവിധ സ്വാതന്ത്ര്യവും അനുഭവിക്കാൻ കഴിയാതിരുന്ന ആൺകുട്ടികളും പെൺകുട്ടികളുടെ കാര്യം പിന്നെയും പറയാനില്ല. ഒരാളെ നോക്കരുത്, കണ്ടാൽ ചിരിക്കരുത്, അപരിചിതരായ ആളുകളോട് മിണ്ടരുത്, കൺട്രോൾ ചെയ്ത് ഒരു മനുഷ്യനോട് പോലും ചിരിക്കാത്ത, സംസാരിക്കാത്ത മനുഷ്യരായി മുതിർന്നപ്പോൾ നമ്മൾ മാറി. അവരന്ന് നമ്മുടെ ഉള്ളിൽ തന്ന ആ പ്രോഗ്രാമിൻ്റെ ബാക്കി പത്രമായിട്ട് നമ്മൾ ഇരകളായിട്ട്, വിക്ടിംസായിട്ട് നമ്മൾ ജീവിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവർ തങ്ങളുടെ കുട്ടികൾ നന്നാവണമെന്ന് വിചാരിച്ച് അവർക്കൊരു പ്രോപ്പർ ഗൈഡ് ലൈൻ ഉണ്ടാവാത്തത് കൊണ്ടാവാം അങ്ങനെ സംഭവിച്ചതോ, ആവാമെന്നല്ല, ആണ്. അപ്പോൾ അത്തരം ഭയങ്ങളുണ്ട്. പേരൻറ്റിങ്ങിനെ ഭയപ്പെടുന്ന പോലെ തന്നെയാണ് ടീച്ചിങ്ങിനെ, ചില അധ്യാപകരോടുള്ള ഭയം. അത് നമ്മൾ വല്ലാതെ മുതിർന്നപ്പോഴും നമുക്ക് ആ ഉള്ളിലുള്ള ആ ഭയമൊക്കെ ചില തത്തുല്യമായിട്ടുള്ള ആളുകളെ കാണുമ്പോൾ ചില വിഷയങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റാത്തത്, ചിലത് നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ വണ്ടിച്ചക്രം നക്ഷത്രങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഒന്നും മനസ്സിലാവില്ല. അതിന് കാരണം എന്ന് പറയുന്നത് പഠിപ്പിച്ച അധ്യാപകരോടുള്ള നമുക്കൊരു പേടിയുണ്ട്, അവരുടെ ശിക്ഷാ രീതികൾ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരമുള്ള ഭയത്തേക്കാളൊക്കെ വലിയ ഭയമാണ് വിമർശന ഭയം എന്ന് പറയുന്നത്. ലോകത്ത് ഇന്ന് വരെയും വിമർശന ഭയം മനുഷ്യനെ കീഴ്പ്പെടുത്തിയതുപോലെ മറ്റൊരു ഭയത്തിനും കീഴ്പ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നാണ്. അത്രമേൽ അതിഭീകരമാണ് വിമർശന ഭയത്തിൻ്റെ
അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം പവർ എന്ന് പറയുന്നത്. ആ നെഗറ്റീവായിട്ടുള്ള ഒരു പവറാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട് വിമർശന ഭയത്തിന്. അടിസ്ഥാനപരമായിട്ട് നമുക്ക് നമ്മളെ തന്നെ അറിയാതെ പോകുന്നതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് വിമർശന ഭയം പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മളെ തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ, കാരണം വിമർശനം എന്നത്, അതിനെ ഭയക്കുന്നു എന്നത് ഒരു അടിസ്ഥാനവും ഇല്ലാത്തതാണ്. മറ്റെല്ലാറ്റിനും അടിസ്ഥാനമുണ്ട്, ഇതിനൊരു അടിസ്ഥാനവുമില്ല. ഇല്ലാത്ത കാരണങ്ങളുടെ പേരിൽ നാം നേടിയെടുത്ത ഒരു ഭയത്തിൻ്റെ പേരാണ് ഫിയർ ഓഫ് ക്രിറ്റിസിസം എന്നത്, വിമർശന ഭയം എന്നത്. അപ്പം ഈ വിമർശന ഭയം എല്ലാവരെയും പോലെ എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങൾ, എൻ്റെ കഥകൾ, ഞാൻ പറയുന്ന രീതികൾ, എൻ്റെ ആശയങ്ങളൊക്കെ മറ്റുള്ളവർ വിമർശിക്കുമോ എന്ന ഭയം എന്നും എക്കാലത്തും എന്നെ വേട്ടയാടിയിരുന്നു. അത് ആലോചിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ച് മാത്രം ഇരുന്നുകൊണ്ട് സെൽഫ് ടോക്ക് നടത്തി അതിൽ തന്നെ അടയിരുന്ന് അതിൻ്റെ ഒരു ഭീകരമായ ഒരവസ്ഥയിൽ മാനസികമായ ആഘാതത്തിലേക്കൊക്കെ ആയിപ്പോയ നിരവധി സന്ദർഭങ്ങളുണ്ട്. ഒരുപാട് ആൾക്കാർ അങ്ങനെ ഇരുന്നുകൊണ്ട് സെൽഫ് ടോക്ക് നടത്തി, ഇത് ശരിയാവുമോ, എന്തായിരിക്കും അവിടെ പോയാൽ സംഭവിക്കുക, അവരെന്നെ സ്വീകരിക്കുമോ, ഞാൻ അയാളോട് ഈ കാര്യം ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് ലഭിക്കുമോ, അയാൾ എന്നെ റിജക്റ്റ് ചെയ്യുമോ. അതാണ് വിമർശന ഭയം, റിജക്ഷൻ, തിരസ്കരിക്കപ്പെടുമെന്ന ഭയം. ഇതൊക്കെ ഒരു വലിയ ഭയം തന്നെയാണ്. അടിസ്ഥാനമൊന്നുമില്ലാതെ ഒരു ഭയമാണ്, ചോദിക്കുന്നതിന് മുമ്പുള്ള ചിന്തകളാണിത്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ഭയങ്ങളും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു സാധാരണ മനുഷ്യനായിരുന്നു ഞാനും. അപ്പം ഇങ്ങനെ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ചോദിക്കുക, ലോകത്തിലെ ഏറ്റവും ശക്തമായ ടൂളുകളിലൊന്നാണ് ആസ്ക് എന്നത്. ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഖുറാനും ബൈബിളും ഒക്കെ പറയുന്നു. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ആസ്ക് എന്ന് പറയുന്നത്, ദ പവർ ഓഫ് ആസ്കിങ്. അപ്പോൾ ഞാൻ കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററിയിൽ ഈ ഒരു വിഷയം ഒരാഴ്ച പഠിപ്പിക്കുന്ന ഒരു വിഷയമാണിത്. എങ്ങനെയാണ് ചോദിക്കാൻ പഠിക്കേണ്ടത് എങ്ങനെയാണ്, അത് കലാപരമായിട്ട് വളരെ കൃത്യമായി പ്രതീക്ഷാ നിർഭരമായി എങ്ങനെ ചോദിച്ച് നമുക്കൊരു ആളിൽ നിന്നും നേട്ടങ്ങൾ കൊയ്യാം. നേട്ടങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് പോസിറ്റീവായിട്ടുള്ള നേട്ടങ്ങൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം അങ്ങനെ ചോദിക്കാൻ വലിയ മടിയുള്ള ഒരാളായിരുന്നു ഞാൻ. ഇങ്ങനെയൊക്കെയുള്ള ബാക്ക്ഗ്രൗണ്ടിലായിട്ടും ചോദിക്കാൻ ഭയങ്കര മടിയുണ്ട്. അപ്പോൾ ഈ മടിയായിട്ട് ഇങ്ങനെ നടന്ന് എന്തെങ്കിലും ആശയങ്ങളുണ്ടെങ്കിൽ ആരോടും ചോദിക്കില്ല, അതിങ്ങനെ ചോദിക്കാതെ വെക്കും. പിന്നെ അത് ചെതൽപ്പുറ്റിനെ പർവ്വതമാക്കുന്ന പോലെ വളർത്തി വലുതാക്കും. അങ്ങനെ ഞാൻ ഒരു ചെറിയ കുഞ്ഞു ഉദാഹരണം പറയാം. കുഞ്ഞല്ല, അന്ന് എനിക്കത് വലിയ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു തിരിച്ചറിവായിരുന്നു. ഞാൻ എറണാകുളത്തേക്ക് കോഴിക്കോട് നിന്നും, അന്ന് അക്കാലത്ത് വലിയ എഴുത്തുകാരനാണ് കലൂർ ഡെന്നിസ്. അദ്ദേഹം ഇപ്പോഴും വലിയ ആൾ തന്നെയാണ്. ഇന്ന് എൻ്റെ വലിയ അടുത്ത ഒരു സുഹൃത്തു കൂടിയാണ്, മൂത്ത ജ്യേഷ്ഠൻ്റെ സ്ഥാനത്തുള്ള ഒരാളാണ്, സഹപ്രവർത്തകരാണ് ഞങ്ങൾ. അപ്പം കലൂർ ഡെന്നിസ് അക്കാലത്ത് നിരവധി ഹിറ്റ് സിനിമകൾ, മമ്മൂട്ടി, ജോഷി, കലൂർ ഡെന്നിസ്, എസ് എൻ സ്വാമിയുടെ കഥ, എസ് എൻ സ്വാമിയേട്ടനന്ന് ഇത്രത്തോളം വന്നിട്ടില്ല. അപ്പം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കണ്ടിട്ട് എറണാകുളത്ത് പോയി, കലൂരാണ് ഇദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് എന്ന് നാനാ സിനിമാ വാരിയിലൂടെ വായിച്ച് മനസ്സിലാക്കിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് കിട്ടി. അതിന് കലൂരുള്ള പള്ളിയുടെ തൊട്ടടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹത്തെ കാണാനായി കോഴിക്കോട് നിന്നും ട്രെയിൻ കയറി. അപ്പോൾ നിന്നും തിരക്കിനിടയ്ക്കൊക്കെ ഒന്നും ഒക്കെ ആദ്യത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ യാത്രയാണ് എറണാകുളത്തേക്കുള്ള. ആ യാത്രയ്ക്കൂടെ വന്ന് കലൂർ വന്ന് ട്രെയിൻ ഇറങ്ങിയിട്ട് കലൂർ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ വരെ നടന്നു, അടുത്താണല്ലോ. അങ്ങനെ നടന്നിട്ട്, ഇന്ന് ഞാൻ ഈ കൊച്ചി നഗരത്തിലാണ് താമസിക്കുന്നത്, ഇന്നത് ചിരപരിചിതമാണ്, അന്ന് ഒട്ടും പരിചയമില്ല. അങ്ങനെ കലൂർ ബസ് സ്റ്റാൻഡ് അവിടെ വരെ നടന്നിട്ട് അവിടെ നിന്ന് ഓട്ടോയ്ക്ക് പോകാനുള്ള ദൂരം ഉണ്ടെന്ന് പറഞ്ഞു. നടന്ന് ചോദിച്ചപ്പോൾ നടന്നാലും പോകാം. അപ്പം ഞാനങ്ങനെ നേരെ ഈ പള്ളിയുടെ അവിടേക്ക് നടന്നു. അങ്ങനെ ഡെന്നിസ് ഏട്ടൻ്റെ വീട് കണ്ടുപിടിച്ചു, കലൂർ ഡെന്നിസിൻ്റെ വീട്. ആ വീട് കണ്ടുപിടിച്ചിട്ട് ആ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ അകത്തേക്ക് ഇങ്ങനെ നോക്കി. അകത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടാണെന്നുള്ള ഉറപ്പാണ്. അവിടെ അടുത്ത് ചോദിച്ചപ്പോൾ അതാണ്. ആ വീട് കണ്ടത് എൻ്റെ ഗേറ്റിന് മുന്നിൽ നിന്നും എൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് ഒരു വിറയൽ അങ്ങനെ ആരംഭിച്ചു, ഒരു വിറയൽ. അപ്പം ഞാൻ കഥ പറയാൻ വേണ്ടി കോഴിക്കോട് നിന്ന് വരികയാണ്, ഇത്രയും കഷ്ടപ്പെട്ടിട്ട്. ഒരു വിറയൽ ആരംഭിച്ചിട്ട് ആ ഗേറ്റ് നിന്ന് തുറക്കാൻ പോലും എൻ്റെ കൈ അനങ്ങിയില്ല, എൻ്റെ കൈ ചലിച്ചില്ല. ഭയം എന്നെ അങ്ങോട്ട് ചൂഴ്ന്ന് നിൽക്കുകയാണ്. ഞാൻ അവിടുന്ന് പൊടുന്നനെ പിന്തിരിഞ്ഞു. തിരസ്കരിക്കപ്പെടുമോ, ഞാനെങ്ങാനും കഥ പറയുമ്പോൾ ഇദ്ദേഹം എങ്ങാനും റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ, പെട്ടെന്ന് എൻ്റെ ചിന്തകളൊക്കെ പോയ വഴി അങ്ങനെയാണ്. ഞാൻ ഉടനെ തന്നെ അവിടുന്ന് പിന്തിരിഞ്ഞിട്ട് വേഗം നടന്നു. ഈ പോകുന്ന വഴിക്ക് വേർത്ത് കുളിച്ചാണ് ഞാൻ ഈ ചിന്തയിൽ നിന്ന് അവിടുന്ന് എവിടെ നിന്നോ ഓടി ഞാൻ നോക്കണം, ഞാൻ കണ്ടിട്ട് പോലുമില്ല. കാണാൻ പോകുന്ന ഒരാളാണ് അദ്ദേഹം, വളരെ തിരക്കുള്ള ആളാണ്, വലിയ ആളാണ്. ആദ്യമായിട്ട് ഒരു ചെറുപ്പക്കാരൻ, ഒരു പയ്യൻ, നേരെ വലിച്ചു വിട്ട് ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഒറ്റ നടപ്പിന് റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ഞാൻ അടുത്ത വണ്ടിക്ക് വൈകുന്നേരം വരെ കണ്ട് ഇരിക്കേണ്ടി വന്നു. ഒരുപാട് സമയം എടുത്തിട്ടാണ് അടുത്ത വണ്ടിക്ക് കയറിയത്. ആ വണ്ടിക്ക് കയറി കോഴിക്കോട്ടെത്തി. ഞാൻ തിരിച്ചവിടെ എത്തിയ ശേഷം ഞാൻ ഒരു വലിയ സങ്കടത്തോടെയും പിന്നെന്താ പറയുക കുറ്റബോധത്തോടെയും ഞാൻ ആലോചിച്ചു, ഞാൻ എന്തിനാണ് പോയത്. ഞാൻ പലപ്പോഴും ജീവിതത്തിൽ ആ യാത്രയെക്കുറിച്ച് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്.
അന്ന് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഇനി മുതൽ ആരോടെന്തെങ്കിലും ആവശ്യപ്പെടാനുണ്ടെങ്കിൽ കൃത്യമായി പഠിച്ച ശേഷം കൃത്യമായി നല്ല ആത്മവിശ്വാസത്തോടെ അവിടെ പോയി പറയാനുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ച് അത് നേടിയെടുക്കണം എന്ന് അന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ പിന്നെ ഡെനിസേറിനോട് ഇത് കുറേ കാലം കഴിഞ്ഞ് ഞാൻ എഴുത്തുകാരനായി. അദ്ദേഹം ഞാൻ എഴുതിയ കഥയ്ക്ക് അദ്ദേഹം പിന്നീട് തിരക്കഥ എഴുതിയിട്ടുണ്ട്. പൃഥ്വിരാജ് അഭിനയിച്ച വിജയ് തമ്പി സംവിധാനം ചെയ്ത കൃത്യം എന്ന സിനിമയ്ക്ക്. അപ്പോൾ ഡെനിസേറിനോട് ഞാൻ പിന്നെ എൻ്റെ സൗഹൃദമായ കാലത്ത് ഞാൻ ഈ കാര്യം പറയുണ്ടായി. നിനക്കെന്താണ്, നീ അങ്ങോട്ട് കയറി വന്നാൽ പോരായിരുന്നു എന്ന് ഡെനിസേറിന് അന്ന് പറഞ്ഞത്. അപ്പോൾ അത്രയേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം അന്ന് ആ നിലയ്ക്കല്ല നമ്മൾ കാണുന്നത്. നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് അവസരങ്ങളിലൂടെ, അത്തരം സന്ദർഭങ്ങളിലൂടെ മിക്കവാറും നമ്മുടെ ചെറുപ്പക്കാരികളൊക്കെ ആയിട്ട് ആൾക്കാർ കടന്നു പോകുന്നുണ്ട്, ഇപ്പോഴുമുണ്ട് ചോദിക്കാൻ ഭയപ്പെടുന്ന സിറ്റുവേഷൻ. അപ്പം അവനവനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മളതിന് പരിശീലനം നേടണം. അതാണ് പതുക്കെ ചോദിച്ച് പരിശീലനം നേടണം. അതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നന്നായി കേൾക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർ കേൾക്കുകയാണ് കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ അറിവ് കുറച്ചുകൂടെ നമുക്ക് ആർജിച്ചെടുക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത്. ഓർമ്മ നിലനിർത്താനുള്ള, പല ആൾക്കാരും ഓർമ്മയെക്കുറിച്ച് പറയും. എന്തുകൊണ്ടാണ് ഓർമ്മിക്കാൻ പറ്റാത്തത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റാത്തത് നിങ്ങളുടെ ഓർമ്മയിലേക്ക്, നിങ്ങളുടെ മെമ്മറിയിലേക്ക് നിങ്ങളൊന്നും ഇൻപുട്ട് കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങൾക്ക് സംസാരിക്കാൻ മാത്രമാണ് നിങ്ങൾ സമയമെടുക്കുന്നത്. നിങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളെ എതിർവശത്തിരിക്കുന്ന ആൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ സെൽഫ് ടോക്ക് നടത്തുന്നു, പാരലായിട്ട് നിങ്ങൾ സംസാരിക്കുന്നു. ഒന്നും കേൾക്കുന്നില്ല. ഹലോ കേൾക്കുന്നുണ്ടോ? അപ്പോഴാണ് നമ്മളൊന്ന് ഞെട്ടടോ കേൾക്കുന്നത്. ഉണ്ട്, കേൾക്കുന്നുണ്ട്. അയാൾ ചോദിക്കും, അയാൾക്ക് നമ്മുടെ മുഖഭാവം കണ്ട് മനസ്സിലായി ഇയാൾ കേൾക്കുകയല്ല, മുഖത്തു നിന്ന് താല്പര്യക്കുറവുണ്ട്, ഇയാൾ വേറെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, വേറെ ലോകത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയെന്ന് നല്ല നിരീക്ഷണമുള്ള നമുക്ക് മുന്നിലിരിക്കുന്ന ആൾക്ക് മനസ്സിലായാൽ അയാൾ ചോദിക്കും, ഹലോ ഞാൻ പറയുന്നത് മനസ്സിലായോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് ഇവിടെ ഇരിക്കും. പാരലൽ ടോക്കാണ്. ആരും കേൾക്കുന്നില്ല, എല്ലാവരും പരസ്പരം. ലാറി കിങ്ങിന്റെ CNN വളരെ പ്രശസ്തനായിട്ടുള്ള അവതാരകനുണ്ട്. അദ്ദേഹം ലാറി കിങ്ങിന്റെ ഷോ വളരെ പ്രശസ്തമാണ്. ലാറി കിങ് പറയുന്ന ഒരു വാക്കുണ്ട്, എല്ലാവരും പരസ്പരം സംസാരിക്കാനായി വഴക്കുകൂടുകയാണ് എന്നാണ്. സംസാരിക്കാനായി വഴക്കുകൂടുകയാണ്. നമുക്ക് ചാനൽ ചർച്ചകളൊക്കെ, അന്തിച്ചർച്ചകളൊക്കെ കണ്ടാൽ നമുക്കത് മനസ്സിലാവും. ആരെങ്കിലും പറയുന്ന ഒരാൾ കേൾക്കുന്നുണ്ടോ? എല്ലാവരും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളും ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരും. നമ്മൾ ശീലിക്കുന്ന എന്താണ്? ഇത് കണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കൊരു മോഡലായിട്ട് വരുന്നത് ഇത് കണ്ടിട്ടാണ്. ഇങ്ങനെ സംസാരിക്കണം എന്നാണ് നമുക്ക് കിട്ടുന്ന നിർദ്ദേശം അല്ലെങ്കിൽ സന്ദേശം. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പറയാനായി വഴക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ സംസാരിക്കുന്നതിനിടയ്ക്ക് പറയാൻ മറ്റേയാളെ സമ്മതിക്കാതെ ഇരിക്കും. അത് കഴിഞ്ഞ് പറയാനുള്ള തിരക്കുകൂട്ടാണ്. ഒരാൾ പറഞ്ഞിങ്ങനെ ഇരിക്കും തന്നെ അവസരത്തിൻ്റെ ഊഴത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആ സമയത്തിന് വേണ്ടി ഇങ്ങനെ കൈയും കാലും എടുത്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും സ്വന്തം പാരലായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, പാരലായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് സ്വിച്ച് ചെയ്തിട്ട്, ആ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നിങ്ങളത് കേൾക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, കേൾവിയുടെ ലോകം, മോസ്റ്റ് പവർഫുൾ വേൾഡ്, ആ കേൾവിയുടെ ലോകത്ത് നിങ്ങൾക്ക് നന്നായി ശ്രവണ ശൈലി എന്നാണ് ഞാൻ അതിനെ വിളിക്കുക. നിങ്ങൾക്കൊരു ശ്രവണ ശൈലി വേണം. അപ്പം നന്നായി കേൾക്കാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ നന്നായി സംസാരിക്കാൻ പറ്റുള്ളൂ. ലോകത്തുള്ള എല്ലാ പ്രമുഖരായിട്ടുള്ള, എത്ര വിശ്രുതരായിട്ടുള്ള പ്രഭാഷകരും നല്ല കേൾവിക്കാരായിരുന്നു. അതായിരുന്നു ആൾത്തൂക്കം. നന്നായി കേൾക്കുന്ന ഒരാളുടെ ആൾത്തൂക്കം സ്വർണ്ണത്തൂക്കം എന്നാ പറയുക. അതാണ് അതിലൊരു പഴമൊഴി. അയാൾക്ക് ഒരു ആൾത്തൂക്കം, അയാളുടെ തൂക്കത്തിൽ അത്ര സ്വർണ്ണ തൂക്കിയാൽ അത്രയും വിലയുണ്ട് അയാൾക്ക്. നന്നായി കേൾക്കുന്നവർക്ക്, ഈ ലോകത്തിനെ കേൾക്കുന്നവർക്ക്. എത്ര മനുഷ്യരാണ് എന്നെ ഒന്ന് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? എത്രയോ പേര് ഇരിക്കുന്ന, എല്ലാ സൗകര്യങ്ങളുണ്ട്, ഫോണുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. ആരെങ്കിലും ഒന്ന് വിളിക്കാനായി, ഒരു ബെല്ലടിക്കാനായി കാത്തിരിക്കുന്നവരുണ്ട്. അവരെന്താ ചെയ്യുന്നത്? അവർ ഇതേപോലെ ആരെയും കേൾക്കുന്നുണ്ടാവില്ല. നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മളെയും കേൾക്കാൻ ആളുകളുണ്ടാവും. ഈ ലോകം മുഴുവൻ നമ്മൾ പറയുന്നത് കേൾക്കും.